ഇന്റീരിയർ ഡെൻസ് ഫോറസ്റ്റ് ആണ്, ധാരാളം വന്യമൃഗങ്ങളുടെ ആവാസ സ്ഥലമാണ്, ധാരാളം ജൈവ വൈവിധ്യ വനമേഖലയിൽ ഒന്നാണ്. അവിടെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ശക്തമായ കാലാവസ്ഥ വ്യതിയാനമായ മഴ, മഞ്ഞ്, കാറ്റ് എന്നിവ ഉണ്ടാവാൻ സാധ്യത. 2 ദിവസം മുമ്പേ അവിടെ ശക്തമായ മഴയായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ട്രക്കിംഗ് പോകുമ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കി വേണം നമ്മൾ ട്രക്കിംഗ് നടത്താൻ. നമ്മൾ വേറൊരു ആവാസ വ്യവസ്ഥയിലേക്ക് കയറുമ്പോൾ നമ്മൾ അവിടുത്തെ വന്യമൃഗങ്ങൾക്കോ അവിടുത്തെ ജൈവ വൈവിധ്യ വനങ്ങൾക്കോ നമ്മളായിട്ടൊരു ദോഷവും വരുത്താൻ പാടുള്ളതാണ്. നമ്മുടെ സേഫ്റ്റി, നിങ്ങളുടെ സേഫ്റ്റി നോക്കി നിങ്ങളുടെ ട്രക്കിംഗ് നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടുത്തെ ലോക്കൽ പീപ്പിള്, ട്രൈബൽ പീപ്പിൾ, അവർ ഈ യാത്രയെക്കുറിച്ചും വനത്തിനെക്കുറിച്ചും എക്സ്പീരിയൻസ്ഡ് ആണ്. അവരെയാണ് നിങ്ങൾ ഗൈഡായിട്ട് വിട്ടിട്ടുള്ളത്. അവിടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കർശനമായിട്ട് പാലിക്കണം. അവർ പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകരുത്. നമ്മൾ ഈ യാത്ര നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പ്ലാസ്റ്റിക് പോലും നിങ്ങൾക്ക് വഴിയിൽ കാണാൻ സാധിക്കുന്നില്ല. അത്ര ക്ലീൻ ആയിട്ടാണ് നമ്മൾ ഈ വനത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ദയവേത് പ്ലാസ്റ്റിക്, സോപ്പ്, ഷാമ്പു, പെർഫ്യൂംസ്, പൂജാ സാധനങ്ങൾ, കത്തി, ലൈറ്റർ, ലഹരി പദാർത്ഥങ്ങൾ ഇതൊന്നും നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത്. ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ട്രക്കിംഗ് തുടരാൻ അനുവദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 2 3 പ്ലാസ്റ്റിക് വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കും. അതിവിടെ ഒരു രജിസ്റ്ററിൽ പ്ലാസ്റ്റിക് എണ്ണി ചെറിയൊരു ഡെപ്പോസിറ്റ് തുക കൊടുക്കുക. തിരികെ വരുമ്പോൾ ആ പ്ലാസ്റ്റിക് കാണിച്ച് ആ പൈസ വാങ്ങിക്കൊണ്ട് പോകുക. നമ്മളിവിടെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാൻറ്റീനിൽ നിങ്ങൾക്ക് ലഞ്ച് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 2 ബോട്ടിൽ നമ്മൾ തന്നേക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച പുറത്ത് ശ്രദ്ധിക്കുകയാണ്, ബോട്ടിൽ ആൾക്കാർ അവിടെ വഴിയിൽ കളഞ്ഞിട്ട് വരികയാണ്. നമ്മൾ ഇത്രയും പരിപാലനമായ ഒരു സ്ഥലത്ത് നമ്മളായിട്ട് ഒരു പ്ലാസ്റ്റിക് ഇട്ട് അവിടെ ഇല്ലാതാക്കണം. ആ ബോട്ടിലോ ഒരു മുട്ടായി തോട് പോലും അവിടെ ഇടരുത്. നിങ്ങൾ തിരികെ നിങ്ങൾക്ക് പോകും മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്കും വൃത്തിയായിട്ട് എടുക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവാൻ പാടുള്ളൂ.